ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ മെയ് 3-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ടൊവിനോ തോമസ് സിനിമയാണല്ലോ നടിഗർ. ലാൽ ജൂനിയറിന്റെ സംവിധാനത്തിൽ ഒരു സൂപ്പർ താരത്തിന്റെ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ നടിഗർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഡീറ്റെയിൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം നേരത്തെ പറഞ്ഞ വെർഡിറ്റിൽ ഒരു മാറ്റവുമില്ല. വൻ ദുരന്തമായ ഒപ്പം തന്നെ ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയ ദുരന്ത സിനിമയായിട്ട് നടിഗർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ടൊവിനോ, സൗബിൻ, ഭാവന, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച നടിഗർ എന്ന സിനിമയുടെ കേരള ഇതുവരെയുള്ള കളക്ഷൻ 4,05,00,000 കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായിട്ട് 40 ലക്ഷമാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ഓവർസീസ് കളക്ഷനായി വിദേശ രാജ്യങ്ങളിൽ നിന്നും $2,15,000 കളക്ഷൻ നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് 6,25,00,000 ഇതുവരെ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെ പോയാലും ഫൈനൽ കളക്ഷൻ 6.5 കോടിയിൽ താഴെയായിരിക്കുമെന്ന് കൂടി ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ടൊവിനോയുടെ കരിയറിലെ വൻ ദുരന്ത സിനിമയായിട്ട് നടിഗർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അന്യസംസ്ഥാന പ്രമുഖ നിർമ്മാണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സ് കൂടി നിർമ്മാണ പങ്കാളിൽ ഭാഗമായ നടിഗർ എന്ന സിനിമയ്ക്ക് ആകെ 40 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്നു. ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ വലിയ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൂടി വ്യക്തമാകുകയാണ്. ടൊവിനോയുടെ കരിയറിലെ നല്ല സമീപകാലത്തെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ കരിയറിലെ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയ സിനിമകളിൽ ഒന്നായിട്ട് നടിഗർ മാറുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ബാന്ദ്ര എന്ന സിനിമയാണ് നടിഗർ എന്ന സിനിമയുടെ കളക്ഷനും ബഡ്ജറ്റ് എല്ലാം തന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ദിലീപ് നായകനെ എത്തിയ സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായ മലയാളത്തിലെ മറ്റൊരു സിനിമയാണ്. നടിഗർ പോലെ തന്നെ 40 കോടി ബഡ്ജറ്റുള്ള സിനിമ ഏകദേശം 5 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. നടിഗർ പോലെ തന്നെ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കഥയുമായിട്ടാണ് ബാന്ദ്ര എന്ന സിനിമയും എത്തിയത്. നടിഗർ ഒരു സൂപ്പർ താരത്തിന്റെ കഥയാണെങ്കിൽ ബാന്ദ്ര ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു വലിയൊരു നടിയുടെ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ഇത്രയധികം വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപിന്റെയും ടൊവിനോയുടെയും സിനിമകൾക്ക് ഫൈനൽ കേരള ഷെയർ ആയിട്ട് 2 കോടി രൂപ പോലും ടച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 2 സിനിമകളും വൻ ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. ബാന്ദ്രയ്ക്ക് കൂട്ടായിട്ട് നടിഗറും ഇടം പിടിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.